ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 33-ാം വാക്യം. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞിരുന്ന സദുക്കായർ ഈശോയെ പരീക്ഷിക്കാനായി 7 സഹോദരങ്ങൾ ഒരു സ്ത്രീയെ തന്നെ വിവാഹം ചെയ്ത് അവരെല്ലാവരും മരിച്ചതിന് ശേഷം പിന്നീട് പുനരുത്ഥാനം വരുമ്പോൾ എങ്ങനെ ആരുടെ ഭാര്യയായി ഈ സ്ത്രീ കാണപ്പെടും എന്ന് ഒരു ചോദ്യം ചോദിച്ച് ഈശോയെ കുഴയ്ക്കാൻ ശ്രമിക്കുന്ന സദുക്കായരെയും അതിന് ഒരു നല്ല മറുപടി കൊടുക്കുന്ന ഈശോയെയുമാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ലൂക്കാ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു മണ്ടത്തരത്തെക്കുറിച്ചാണ് ഇവിടെ സുവിശേഷം സൂചിപ്പിക്കുന്നത്. സ്വർഗീയമായ കാര്യങ്ങളെ പോലും മനുഷ്യബുദ്ധിയിൽ കാണാനും മനുഷ്യയുക്തിയിൽ കാണാനുമാണ് നമുക്ക് എപ്പോഴും താല്പര്യം. നമ്മുടെ പ്രതിനിധികളാണ് ഈ സദുക്കായർ. അവർ സ്വർഗീയമായ ഒരു കാര്യമാണ് പുനരുത്ഥാനം. അതിനെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിൻ്റെതായ ഒരു സിസ്റ്റത്തിലും ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിലുമാണ്. വിവാഹമുള്ളത് ഈ ലോകത്തിലാണെന്ന് ഈശോ പറയുന്നു. സ്വർഗത്തിൽ അവർ ദൈവദൂതന്മാരെ പോലെയായിരിക്കും. അവിടെ അങ്ങനെ ഒരു കാര്യമല്ല. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമുക്കുള്ള ഒരു ആത്മീയ പ്രശ്നം, പ്രതിസന്ധി ഇതാണ്. പലപ്പോഴും നമ്മൾ സ്വർഗീയമായ കാര്യങ്ങളെ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ കൊണ്ടുവന്ന് ഒതുക്കി നിർത്താനായിട്ട് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ആളുകൾ ചോദിക്കുന്നു, എനിക്കെല്ലാം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവത്തെ എനിക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ ശ്വസിക്കാൻ അല്ലെങ്കിൽ ഗന്ധമായിട്ട് അറിയാനോ ഒന്നും പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ദൈവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്? അല്ലെങ്കിൽ പുനരുത്ഥാനം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നത്? മരണശേഷം ജീവിതം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ തലത്തിൽ ദൈവിക കാര്യങ്ങളെ, ദൈവിക രഹസ്യങ്ങളെ അളക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. അവിടെയാണ് വിശ്വാസം എന്ന കാര്യത്തിൻ്റെ പ്രസക്തി. ലേഖനത്തിൽ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസമല്ല, കാരണം അത് കണ്ടു കഴിഞ്ഞു. കാണാത്തത് വിശ്വസിക്കാൻ പറ്റുന്നതാണ് മഹത്വം. തൻ്റെ തിരുവിലാവിൽ 2ാമത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈകൊണ്ട് തൊട്ടു നോക്കാൻ പറഞ്ഞ തോമാസ് ശ്ലീഹായോട് തുടർന്ന് ഈശോ പറഞ്ഞല്ലോ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഏറ്റവും വലിയൊരു വിശ്വാസത്തിൻ്റെ സാക്ഷിയായി നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ ഉയർപ്പിന് ശേഷം എല്ലാവരും ഈശോയുടെ കല്ലറയെങ്കിൽ പോയി ഈശോയുടെ ഉയർപ്പ്, ശൂന്യമായ കല്ലറ കണ്ട് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വീട്ടിൽ തന്നെ ഇരുന്ന് ഈശോ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ ഏറ്റവും ആദ്യം ആ കല്ലറയിലേക്ക് ഓടിപ്പോയി നോക്കേണ്ടിയിരുന്നത് മറിയമാണ്. കാരണം സ്വന്തം മകനാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആർക്കും ബന്ധം. ആ മകൻ ഉയർത്തിരിക്കുന്നു എന്നുള്ളതൊന്ന് കണ്ട് വിശ്വസിക്കുക എന്നൊരു അമ്മയുടെ മനസ്സിൻ്റെ ഭാഗമായി വേണമെങ്കിൽ കാണാം. പക്ഷേ ഈശോ പറഞ്ഞ വാക്കുകളെ, 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ പറഞ്ഞത് പരിശുദ്ധ അമ്മയും കേട്ടിട്ടുണ്ടായിരുന്നു. ഈശോ പറഞ്ഞ ആ വാക്കുകളെ കല്ലറ കാണാതെ തന്നെ കല്ലറയിലേക്ക് ഓടാതിരുന്ന ആ പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരാഴം നമുക്കും നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ കിട്ടാനായി പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് ആഴവും അർത്ഥവും ബോധ്യവും ഉണ്ടാകുന്നത്. നമ്മൾ ആത്മീയമായി ജീവിക്കുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത്. നമ്മുടെ വിശ്വാസം, കാണപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം, അത് ഏറ്റവും പ്രധാനമാണെന്ന് കരുതുകയും അത് ഏറ്റവും ഉചിതമായ രീതിയിൽ, ഏറ്റവും ആഴമുള്ള രീതിയിൽ ആ വിശ്വാസ ജീവിതം നമുക്ക് നയിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.